ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് ഓശാന ഞായറാഴ്ച. കാലങ്ങൾക്ക് മുമ്പ് ജനങ്ങളൊരു രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതായത് അടിമത്തത്തിൻ്റെ നുകത്തിന് കീഴിലാണ് യഹൂദജനം, റോമൻ ഗവൺമെൻറ്റിൻ്റെ. അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. പണം പരാജയപ്പെട്ടു, അവരുടെ പ്രാപ്തി പരാജയപ്പെട്ടു, കഴിവ് പരാജയപ്പെട്ടു. അങ്ങനെ ദുരിതക്കയത്തിലിരിക്കുന്നതായിരിക്കുന്നൊരു ജനം യേശു തമ്പുരാനെ കണ്ടിട്ട് വിളിക്കുകയാണ് ഓശാന. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം സേവ് അസ് നൗ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക. ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, ഞങ്ങളിപ്പം രക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന പെരുന്നാളിൽ ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഇപ്പോൾ തന്നെ ഞങ്ങളെ രക്ഷിക്കണം. ഇനി ഞങ്ങൾക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, ഈ പാപത്തിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, നീ ഞങ്ങളെ രക്ഷിക്കണം. രണ്ടാമതായിട്ട് ഈ ദിവസം കാണുന്ന തിരുവചന ഭാഗം ഇങ്ങനെയാണ്. യേശു തമ്പുരാൻ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്ന് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി. നാണയത്തിൻ്റെ പീഠങ്ങളെ മറച്ചിട്ടു. പ്രാക്കള വിൽക്കുന്നവരെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി. അവൻ ഇപ്രകാരം മൊഴിഞ്ഞു, ഇതെൻ്റെ ആലയമാണ്. ഇത് കള്ളന്മാരുടെ ഗുഹയല്ല. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇത് തന്നെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളാണ് ഈ ദൈവത്തിൻ്റെ ആലയം. നമ്മളാണ് പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ ആലയം. ഇതിനകത്ത് കൂടി കള്ളന്മാരുടെ ഗുഹയാക്കുന്ന രീതിയിലുള്ള ഒന്നും കടത്തിക്കൊണ്ടുപോകുവാൻ നമ്മൾ സമ്മതിക്കരുത്. അസൂയയാകട്ടെ, ദേഷ്യമാകട്ടെ, മുൻകോപമാകട്ടെ, ചില മോഹങ്ങളാകട്ടെ, ആസക്തികളാകട്ടെ, ഒന്നും നമ്മളാകുന്ന ആലയത്തിനകത്ത് കൂടി ഈ ഓശാന പെരുന്നാളിൻ്റെ നാളിൽ കടത്തിക്കൊണ്ടു പോകുവാൻ സമ്മതിക്കരുത്. അവിടെ ഉണ്ടായിരുന്ന ചില ക്രയവിക്രയങ്ങളെ അവൻ മറച്ചിട്ടു, പുറത്താക്കി. കർത്താവേ, നീ ഒന്ന് എൻ്റെ ഹൃദയമാകുന്ന ആലയത്തിലേക്ക് വരണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓശാന എന്ന പാട്ടുപാടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.